ഉപ്പാന്റെ മുഖത്ത് കൊണ്ടുപോയിട്ടാൽ ആ കുപ്പായത്തിന്റെ ബറക്കത്ത് കൊണ്ട് പിതാവിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുമെന്ന് മഹാനായ സയ്യിദുന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സഹോദരങ്ങളോട് പറഞ്ഞതായിട്ട് പരിശുദ്ധമായ ഖുർആനിൽ കാണാം. ഒരു കുട്ടിനെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ആളുകൾ പെട്ടെന്ന് സ്റ്റേജുമായി ബന്ധപ്പെടുക. ഉമ്മാന്റെ പേര് സുഹറ. അവരെ എത്രയും പെട്ടെന്ന്. ഉമ്മാന്റെ പേര് ലൈല എന്നാണ്. ഉമ്മാന്റെ പേര് ലൈല. സൂറമ്മാന്റെ പേര്, മോളെ പേര് ലൈല. ഇവിടെ സ്റ്റേജിലുണ്ട് കേട്ടോ കുട്ടി. സഹോദരിമാരെ, ഞങ്ങൾ ഉപ്പാന്റെ അടുത്ത് തന്നെ ഉണ്ട്. സഹോദരിമാരെ, അവിടെ സ്ഥലമില്ലെങ്കിൽ ഈ ഭാഗത്ത്, സ്റ്റേജിന്റെ ഈ ഭാഗത്ത് നല്ല വിശാലമായ സ്ഥലമുണ്ട്. അവിടെ നിന്നിട്ട് മാറി നിൽക്കാവുന്നതാണ്. നമ്മുടെ തേന് കൊണ്ടുവരുന്ന ആളുകൾക്ക് അത് കൊടുക്കാനുള്ള സൗകര്യം കൂടി നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അതൊരു ബറക്കത്തിന്റെ മുതലാണ്. അത് നിങ്ങൾ കൈപ്പറ്റന്നെ ചെയ്യണം. മഹാനായ സയ്യിദുന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ കുപ്പായം തന്റെ സഹോദരന്മാരുടെ കയ്യിൽ കൊടുത്തയച്ചു. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫലമ്മാ അൻ ജാഅൽ ബശീറു അൽഖാഹു അലാ വജ്ഹിഹി ഫർതദ്ദ ബസീറാ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബറക്കത്തിന്റെ മുതല് അത് തന്റെ സഹോദരന്മാരുടെ കയ്യിൽ കൊടുത്തയച്ച് കൻആനിലുള്ള കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ ആ മുഖത്ത് കൊണ്ടുപോയിട്ട് ആ കുപ്പായമിട്ടപ്പോൾ ഫർതദ്ദ ബസീറാ, യാക്കൂബ് അലൈഹിസ്സലാമിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയെന്ന് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. അതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. ആ ബറക്കത്ത് എടുക്കാനാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന, ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങൾ ഒരുപാട് ഒരുമിച്ച് കൂടുന്ന ഒരു മജ്ലിസിൽ വന്ന് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് അതൊരു വലിയ ബറക്കത്തിന്റെ മുതലാണ്. അതിന് ഔഷധ വീര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ചീരിണി വാങ്ങുന്നതും ഭക്ഷണം വാങ്ങുന്നതും തേന് വാങ്ങുന്നതും എല്ലാം നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സ്വഹാബത്ത് ബറക്കത്തെടുത്തിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാലോ. പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി നടന്ന ഉഹുദ് രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് മഹാനായ സയ്യിദുനാ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് കണ്ണ് കൊഴിഞ്ഞു വീഴുന്ന രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹു ആ നിലത്ത് വീണ കണ്ണ് വാരിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്കാണ് വരുന്നത്. അവിടെ ഡോക്ടറെ കാണാനല്ല പോകുന്നത്, അല്ലെങ്കിൽ അതിന് ഓപ്പറേഷൻ ചെയ്യാനല്ല പോകുന്നത്. ബറക്കത്തിന്റെ മുതലായ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് ആ തിരു കരങ്ങളിൽ ആ കണ്ണ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് സയ്യിദുനാ ഖത്താദ റളിയല്ലാഹു അൻഹു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ബറക്കത്തിന്റെ ഉമനീര് പുരട്ടിയിട്ട് ആ കണ്ണ് ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ ആ കുഴിയിൽ, കണ്ണിന്റെ കുഴിയിൽ വെച്ചുകൊണ്ടൊന്ന് തടവി കൊടുത്തപ്പോൾ വബിഖൈസിഹിം ഖത്താദതിൻ മന്നൈനുഹു റുദ്ദത് ബികഫിൽ മുസ്തഫൽ ഹസ്നാഇ. ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് പൂർവസ്ഥിതിയിലാവുന്നു. പറഞ്ഞു പോകുന്ന കണ്ണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്തിന്റെ ഉമിനീര് പുരട്ടി അതവിടെ വെച്ച് തടവി കൊടുത്തപ്പോൾ പൂർവസ്ഥിതിയിലേക്ക് വന്നു. ചരിത്രത്തിൽ കാണാം, ഖത്താദ റളിയല്ലാഹു അൻഹു വാർദ്ധക്യം പിടിച്ച് മറ്റേ കണ്ണിന്റെ കാഴ്ച പോയപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെച്ചുകൊടുത്ത ആ കണ്ണിന് യാതൊരു തകരാറും മരണം വരെ സംഭവിച്ചിട്ടില്ല എന്ന്.